ദൈവത്തിരുനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. പാട്ടിൻ്റെ പിന്നാമ്പുറങ്ങളെന്ന ഈ ആത്മീക പ്രോഗ്രാമിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്ന കർത്താവിൽ അനുഗ്രഹിതനായ ദൈവദാസൻ ജഡ്സൺ വാൻ ഡി വെൻഡർ എന്ന അനുഗ്രഹിതനായ കർത്താവിൻ്റെ ദാസനെയാണ്. 1855 അമേരിക്കയിലെ മിഷിഗൻ സംസ്ഥാനത്തിലെ ഒരു കൃഷിയിടത്തിൽ പ്രിയ കർത്താവിൻ്റെ ദാസൻ ജനിച്ചു. കോളേജ് പഠനം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം പെൻസിൽവാനിയയിലെ ഷാരണിലെ പൊതുവിദ്യാലയങ്ങളിൽ കലാധ്യാപകനായും കലാവിഭാഗത്തിൻ്റെ മേൽനോട്ടക്കാരനായും പ്രവർത്തിച്ചു. മികച്ച സംഗീതജ്ഞനും ഗായകനും സംഗീത സംവിധായകനുമായിരുന്നു. അദ്ദേഹം മെത്തഡിസ്റ്റ് എപ്പിസ്കോപ്പൽ സഭയിലെ സജീവ അംഗമായി സഭയുടെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തു. ശുശ്രൂഷയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് തിരിച്ചറിഞ്ഞ സുഹൃത്തുക്കൾ അധ്യാപക ജോലി ഉപേക്ഷിച്ച് സുവിശേഷ പ്രസംഗകനാകുവാൻ പ്രോത്സാഹിപ്പിച്ചു. എന്നാൽ കലാകാരനായി തുടരണമോ ദൈവിക ശുശ്രൂഷയ്ക്ക് തൻ്റെ ജീവിതം സമർപ്പിക്കണമോ എന്ന ആശയക്കുഴപ്പത്തിൽ 5 വർഷം ചെലവഴിച്ചു. ഒടുവിൽ തൻ്റെ ജീവിതം ക്രിസ്തീയ ശുശ്രൂഷയ്ക്കായി സമർപ്പിക്കുവാൻ അദ്ദേഹം തീരുമാനമെടുത്തു. ആ തീരുമാനത്തിൻ്റെ ശേഷമാണ് പ്രശസ്ത സ്തുതിഗീതമായിരിക്കുന്ന ഐ സറണ്ടർ ഓൾ എന്ന ഗാനത്തിൻ്റെ വരികൾ രചിച്ചത്. ദൈവത്തിന് ജീവിതം സമർപ്പിച്ച ശേഷം വാൻ ഡി വെൻഡർ അമേരിക്ക, ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ് എന്നിവിടങ്ങളിൽ സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തി. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനും ഗായകനുമായ വിൻഫീൽഡ് എസ് വീഡൻ വർഷങ്ങളോളം അദ്ദേഹത്തെ സഹായിച്ചു. ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം ഫ്ലോറിഡയിലേക്ക് താമസം മാറി. 1920കളിൽ 4 വർഷം ഫ്ലോറിഡ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്തുതിഗീത ശാസ്ത്രത്തിൻ്റെ പ്രൊഫസറായി താൻ ജോലി ചെയ്തു. വിരമിച്ച ശേഷവും പ്രസംഗങ്ങളും മതസമ്മേളനങ്ങളും സജീവമായി അദ്ദേഹം പങ്കെടുത്തു. അദ്ദേഹം തൻ്റെ ജീവിതകാലത്ത് 60-ൽ അധികം സ്തുതിഗീതങ്ങൾ പ്രസിദ്ധീകരിച്ചു. എന്നാൽ അവയിൽ ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്ന ഗാനമാണ് ഐ സറണ്ടർ ഓൾ എന്ന ഈ മനോഹരമായിരിക്കുന്ന ഗാനം. വീഡൻ നിരവധി സ്തുതിഗീതങ്ങൾ രചിച്ചിട്ടുണ്ടെങ്കിലും ഈ പ്രസിദ്ധമായിരിക്കുന്ന ഈ ഗാനം തൻ്റെ ശവകുടീരത്തിൻ്റെ മുകളിലും രേഖപ്പെടുത്തി ഐ സറണ്ടർ ഓൾ. പ്രിയരെ, നമ്മുടെ ജീവിതവും ദൈവത്തിനായി സമർപ്പിക്കാം. ഈ ഗാനം വളരെ പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. Trust him in his presence daily.